ഹൈറേഞ്ചിന്റെ തിലകക്കുറിയായിരുന്ന പീരിമേട് ടീ കമ്പനിയിലെ ലോണ്ടറി ചീന്തലാർ ഫാക്ടറികൾ അപ്രത്യക്ഷമാകുന്നു. 24 വർഷമായി പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾ കോടതി ഉത്തരവിലൂടെയാണ് പൊളിച്ചു നീക്കുന്നത്. ഉപനഗര പഞ്ചായത്തിന്റെ രാജ്യപ്രൗഢിയും ഇതോടെ നഷ്ടമാവുകയാണ്. ഫാക്ടറികൾ ഇല്ലാതാകുന്നതോടെ ഒരു കാലഘട്ടം തന്നെ ഇല്ലാതാകും. 24 വർഷമായി പൂട്ടിക്കിടക്കുന്ന പീരിമേഡ് ടീ കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി ഫാക്ടറികൾ പൊളിക്കാൻ നടപടി തുടങ്ങി. ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷം കോടതിയുടെ അനുമതിയോടെയാണ് ഫാക്ടറി പൊളിച്ചു വിൽക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് 2 ഫാക്ടറികളും. ലോണ്ടറിയിലെ ഫാക്ടറിക്ക് 3/4 കപ്പലും ചീന്തലാറിലേത് അരക്കപ്പലും വലിപ്പമുണ്ട്. തോട്ടം പൊട്ടുന്നതിന് മുമ്പ് മുതൽ ഗ്രാറ്റുവിറ്റി, ബോണസ്, ശമ്പളം തുടങ്ങി കോടിക്കണക്കിന് രൂപയാണ് തൊഴിലാളിക്ക് കമ്പനി നൽകാനുള്ളത്. കുടിശ്ശിക നൽകാനെന്ന പേരിൽ കഴിഞ്ഞ ജൂൺ മാസം 1 കോടി രൂപയ്ക്ക് ഉടമ മറ്റൊരു സ്വകാര്യ കമ്പനിക്ക് ഫാക്ടറികൾ വിറ്റിരുന്നു. ജൂലൈ 15-ന് ഫാക്ടറി പൊളിക്കുമെന്ന് സ്വകാര്യ കമ്പനി ട്രേഡ് യൂണിയനെ അറിയിച്ചു. അന്ന് തന്നെ സംയുക്ത ട്രേഡ് യൂണിയൻ ഫാക്ടറി വിലയ്ക്ക് വാങ്ങിയ കമ്പനിയെ എതിർപ്പറിയിച്ചു. തുടർന്ന് യൂണിയൻ നേതാക്കൾക്കെതിരെ തോട്ട ഉടമ കോടതിയെ സമീപിച്ചു. തൊഴിലാളിക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകാതെ ഫാക്ടറി പൊളിക്കുന്നതിനെ കോടതിയിൽ ട്രേഡ് യൂണിയനും എതിർത്തു. ഡിസംബർ 13-ന് തുക നൽകാമെന്ന് തോട്ട ഉടമ സത്യവാങ്മൂലം നൽകുകയും തുടർന്ന് ഫാക്ടറി പൊളിക്കാൻ കോടതി അനുമതിയും നൽകി. ചൊവ്വാഴ്ച ഫാക്ടറി ചുറ്റുമുള്ള കാട് വെട്ടുനീക്കൽ തുടങ്ങി. കൊളുന്ത് സംസ്കരിക്കുന്ന CTC മെഷീൻ ഉൾപ്പെടെ തറയിൽ ഉറപ്പിച്ചിട്ടുള്ള മറ്റു സാമഗ്രികളും പരിശോധിച്ചു. ജനറേറ്റർ, മോട്ടോറുകൾ ഉൾപ്പെടെ വിലപിടിപ്പുള്ള നിരവധി സാധനങ്ങൾ മോഷണം പോയിട്ടെന്ന് ഫാക്ടറി വാങ്ങിയവർ പറയുന്നു. ഉടമ തോട്ടം ഉപേക്ഷിച്ചു പോയിട്ട് ഡിസംബർ 13-ന് 24 വർഷം പൂർത്തിയാകും. ഫാക്ടറി കൂടി പൊളിച്ചു കൊണ്ടുപോകുന്നതോടെ തോട്ടം തുറക്കുമെന്ന തൊഴിലാളികളുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. 2000-ൽ തോട്ടം ഉപേക്ഷിച്ച് ഉടമ സ്ഥലം വിടുമ്പോൾ 1300 സ്ഥിരം തൊഴിലാളികളും അത്ര തന്നെ താൽക്കാലിക തൊഴിലാളികളും 33 ഓഫീസ് ജീവനക്കാരുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഗ്രാറ്റുവിറ്റി, ബോണസ് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകാതെയാണ് ഉടമ തോട്ടം ഉപേക്ഷിച്ചു പോയത്. സംയുക്ത ട്രേഡ് യൂണിയൻ വിധിച്ചു നൽകിയ പ്ലോട്ടുകളിൽ കൊളുന്തുനുള്ളി വിൽപ്പന നടത്തിയും മറ്റിടങ്ങളിൽ കൂലിപ്പണി ചെയ്തുമാണ് അന്നു മുതൽ തൊഴിലാളികൾ ഉപജീവനം നടത്തുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.